ഹേയ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാവ ഫാമാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ലാവ ഫാം. അപ്പോൾ ലാവ ഫാം വേണ്ടിയുള്ള ഐറ്റംസ് വളരെ ഈസി ആയിട്ടുള്ള ലാവ ഫാമാണ്. നിങ്ങളുടെ ലെറ്റ്സ് പ്ലേയിലും അല്ലെങ്കിൽ നിങ്ങളുടെ വേൾഡിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ അയൺ വേണം, കുറേ അയൺ വേണം. കാരണം നമുക്ക് മറ്റേ ബക്കറ്റ് ഒരു സാധനമില്ലേ, ഈ ബക്കറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബക്കറ്റ്, അത് വേണം. അപ്പോൾ ഞാനത് അയൺ ഫാമിൽ കുറച്ചൊരു AFK ഒക്കെ നിന്ന് കണ്ടോ, നിങ്ങളിപ്പോൾ ദിവസം നോക്കി മനസ്സിലാവും. കുറച്ചുകൂടെ ദിവസമായിട്ടുണ്ട് അയൺ ഫാമിൽ പോയി AFK നിന്ന് കുറച്ച് ആവശ്യത്തിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. 3 ബക്കറ്റ് അല്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് അത് പിടിച്ചിട്ട് പിന്നെയും റീ എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട ഐറ്റംസ് ഒക്കെ എടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബക്കറ്റ് പോലത്തൊരു സാധനം ഉണ്ടാക്കണം. അയണിൻ്റെ നമുക്ക് ഇതിൻ്റെ പേരെന്താ മറന്നുപോയി. ഇത് തന്നെ. ഇത് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 16 ഉണ്ടാക്കണം. അപ്പോൾ 1, 15, 16 നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലുതാക്കണോ അത്രയും, അതായത് നിങ്ങൾ എത്ര വലുതാക്കുന്നോ അത്രയും നിങ്ങൾക്ക് ലാഭ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ തൽക്കാലം എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഇത് ഒത്തിരി വലിയ എനിക്ക് ആവശ്യമൊന്നുമില്ല ഗൈസ്, ലാഭമില്ല, ഒത്തിരി വേണ്ട. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിവിടെ ആയിട്ടൊരു സൂപ്പർ മിനി സ്മെൽട്ടർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ ലാവയാണ് ബെസ്റ്റ്. നമുക്കത് ഉണ്ടാക്കണമെങ്കിൽ ഇനിയും സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് മുമ്പ് ഞാനിത് കറക്റ്റായിട്ടൊന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ ട്രിപ്പ് സ്റ്റോൺ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ട്രിപ്പ് സ്റ്റോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു കൂർപ്പ ഇവരെന്നോട് പരിപാടി ഇവനെന്നോട് പരിപാടി, ഇവൻ്റെ ആവശ്യം എനിക്കില്ല ഇപ്പടാ. അപ്പം നമുക്ക് ട്രിപ്പ് സ്റ്റോൺ വേണം. ട്രിപ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ ഗൈസ് ലാവ ഒഴുകുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇവിടെ ഉണ്ടോ? ട്രിപ്പ് സ്റ്റോൺ ഇല്ലെങ്കിൽ പിന്നെ അത് കേവിൽ പോകണം. കേവിൽ എവിടെയാണെന്നും എനിക്കറിയത്തില്ല. ഇല്ല ഗൈസ്, ഇവിടെ ഒന്നും ട്രിപ്പ് സ്റ്റോൺ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നേ. ട്രിപ്പ് സ്റ്റോൺ ഇല്ല, നമുക്കിപ്പോൾ കേവിൽ തന്നെ പോകണം. അതിൻ്റെ അത് കേവിൽ ചുമ്മാ ഒന്നും കാണത്തില്ല, അത് കേവിൽ കറക്റ്റായിട്ട് കാണുന്ന സ്ഥലത്താണ് പോകേണ്ടത്. ഈ കേവിലുണ്ടോ നോക്കട്ടെ ഗൈസ്. നമുക്കിത് ഫ്യൂച്ചറിൽ റിവ്യൂ നല്ല ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. നല്ല സ്റ്റോറി മോഡലൊക്കെ വിണ്ട് കയറിയ പോലെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാം. അയ്യോ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ചത്തേട്ടാ എൻ്റെ പ്രോ സ്കില്ല് കാണിച്ചുകൊണ്ട് അത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് പാനിക്കായി. നമുക്കപ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങാം, ഇവിടെ എവിടെയെങ്കിലും കാണും. ഗൈസ്, ഈ ഷെയ്ഡർ കാരണം ഫോഗ് കണ്ട കേവിലൂടെ ഇറങ്ങുമ്പോൾ അത് ശരിക്കും സെറ്റപ്പാണ്. ഞാനപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കാണുമെന്ന് അറിയത്തില്ല, കുറേ തപ്പി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ കയറി പോവാം. ഗൈസ്, ട്രിപ്പ് സ്റ്റോൺ കിട്ടാൻ വൈകുന്നു വിചാരിച്ച് ഞാൻ റെക്കോർഡ് ഓഫാക്കി. പിന്നെ റെക്കോർഡ് ഓൺ ആക്കണമെന്ന് ഞാൻ വീടെത്തുമ്പോഴാണ് ഗൈസ് അറിയാതെ ഒന്ന് റെക്കോർഡ് ഓൺ ആക്കാൻ മറന്നുപോയി. അങ്ങനെ അത് അവസാനം കിട്ടിയിരിക്കുകയാണ്. 16 നമ്മൾ എടുത്തു ഓൾറെഡി. ഇനി നമുക്കത് പ്ലേസ് ചെയ്യാം. ഇത് ഞാൻ കേവിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രി. അപ്പോൾ തന്നെ ഇവന്മാരുടെ വിളയാട്ടം തുടങ്ങിയിട്ടുണ്ട്. ലാഗ് കാരണം ഇവന്മാരെന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ വെറുതെ ആ സ്പൈഡറിനെ അടിച്ച. സ്പൈഡർ കൂളാണ്. ഹലോ ബ്രോ, ഞാൻ മോനൂസ്. ചെറിയൊരു ജലദോഷമുണ്ട് ഗൈസ്, അതുകൊണ്ട് മാത്രം തൊണ്ടയ്ക്ക് കിച്ചിണ്ട്. പക്ഷെ നമ്മൾ നോമ്പെടുക്കാണ്ടൊന്നും ഇരുന്നിട്ടില്ല. MC പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ MC അപ്പം തന്നെ നോമ്പിടും. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങൾ അടുക്കി വയ്ക്കാം. ഇതിൻ്റെ പേരെന്നാ ശരിക്കും? കോൾഡ് റോൾ. ഇത് തന്നെ. ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങോട്ടാണോ പണിയേണ്ടത് അങ്ങോട്ടാണോ വേണ്ടത്? നമുക്ക് വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇടണം എന്നിട്ട് ഇവിടെ ഇടണം. ഇങ്ങനെ പോകണം. കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ പോകണം. ഷിറ്റ്, വേറെ കുറച്ച് കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൃത്യം ഇത് മതി. നമുക്കിവിടെ പിന്നെ ഡേറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഡേറ്റ് വയ്ക്കാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോൺ ഇത് പറ്റത്തില്ല, ഇത് പോരാ. അപ്പോൾ കോബിൾ സ്റ്റോൺ എടുക്കണം. കോബിൾ സ്റ്റോൺ ഇല്ല, മൈൻ ചെയ്യാം. നമ്മൾ ആവശ്യത്തിലധികം കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങളുടെ ലെറ്റ്സ് പ്ലേയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ഫാർമാണ്. പിന്നല്ല
അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ മണ്ടയിൽ ഒരു ബ്ലോക്ക് വയ്ക്കുക. അത് വയ്ക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. അല്ല ഇങ്ങോട്ട് വയ്ക്കുക. ഇതല്ലേ ഇങ്ങനല്ലേ? ഇങ്ങനെ തന്നെ. ഞാൻ മറന്നുപോയി ഗൈസ്. ഇങ്ങനെ കണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പാളിപ്പോവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും പറയരുത്. എന്നിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്യുക. അങ്ങനെ കവർ ചെയ്യുക. ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് വലിഞ്ഞു കയറിയിട്ട് അവിടെ അകത്തുള്ള ബ്ലോക്കും കൂടി ഒന്ന് സെറ്റാക്കുക. ഓക്കെ. ഇത് കോബിൾ സ്റ്റോൺ ആവശ്യത്തിന് അധികം എന്ന് പറഞ്ഞിട്ട് ഇനിയും വേണം കോബിൾ സ്റ്റോൺ. ഗൈസ് ഇനിയും വേണം. അയ്യോ, ഇപ്പോഴൊരു കാര്യം മനസ്സിലായി. ഇത് വെറുതെ വെച്ചാൽ പോരാ. ഇതിൽ ഒരു ബ്ലോക്ക് ഹൈറ്റിൽ കൊണ്ട് ഇങ്ങനെ വെക്കണം. ഗൈസ് അതും മറന്നുപോയി ഗൈസ്. പക്ഷെ അതിനായിരുന്നു കവർ ചെയ്തത്. കുറച്ച് ബ്ലോക്ക് അതിന് ആവശ്യം വരും. ഓക്കെ 19. അയ്യോ പൊട്ടരുത്. പൊട്ടി. താങ്ക് യു, വളരെ നന്ദിയുണ്ട്. ഇത്രയും രാവിലെ ആയിട്ട് ഈ വെറ്റകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട്. ഓക്കെ, നമ്മൾ അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഐ മീൻ ദിസ് ഇതുപോലെ ഇങ്ങനെ വയ്ക്കണം. പിന്നെയും ബ്ലോക്ക് വേണം. ഒരു ബ്ലോക്ക് കറക്റ്റ് 20 ബ്ലോക്ക്. ഇത് 2 എടുത്തേക്ക് എക്സ്ട്രാ. കാരണം ഇപ്പം നമുക്ക് അവിടെ ബ്ലോക്ക് വയ്ക്കുന്നില്ല. കാരണം നമുക്ക് ലാവ അവിടെ ഒഴിക്കാണ്ട്. അപ്പോൾ കയറാനായിട്ടൊരു വഴി സെറ്റാക്കണം. ലിറ്ററലി എനിക്ക് പറ്റണില്ല ക്രീപ്പറിനെ കൊണ്ട്. ഭാഗ്യത്തിൽ എൻ്റെ ഫാർമിങ് ഒന്നും പറ്റിയില്ലോ. പിന്നെയും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. വെയിറ്റ് ബക്കറ്റ്. ഓക്കെ 4 ബക്കറ്റ് ഉണ്ട്. ഇനി നമ്മൾ ലാവ കൊണ്ട് വയ്ക്കണം. നമ്മൾ എവിടെയായിരുന്നു ലാവ പൂലുണ്ടത്? അതോണ്ടിരിക്കണം. ഇത് തന്നെ. ഇപ്പം നമ്മുടെ 4 ബക്കറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് പിടിച്ചിട്ട് നിറയ്ക്കണം. ബക്കറ്റ് ആദ്യം കൊണ്ടുവയ്ക്കണം, പിന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. അങ്ങനെ ആ ഒരു ബ്ലോക്ക് മണ്ടയിലത്തെ ബ്ലോക്ക് നിറയുന്നവരെ അത് തന്നെ ചെയ്യണം. അയ്യോ തുടിപ്പിങ്ങനെ കയറും. പിന്നെ അല്ല പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഫഷണൽ 100%. ഇപ്പം തൽക്കാലം അവിടെ ഡേറ്റ് വെച്ചേക്കാം. ഇനി നമ്മൾ ഇവിടെ ലാഭിക്കണം. ഇവിടെയും പിന്നെ ഇത് തന്നെ പിന്നെയും ചെയ്യണം. ഞാനത് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അവിടെ ലാബ് ഫുൾ വെച്ചിട്ടുണ്ട്. രാത്രി ആയിരുന്നെന്ന് ഉറങ്ങാൻ പോയതാണ്. ഇപ്പം എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. ഇവിടെ എപ്പോഴും ക്രീപ്പർ ഉണ്ടാവും. ക്രീപ്പർ ഉണ്ടെങ്കിൽ മാറി നിൽക്കുക. എനിക്ക് മൈൻ ചേരുന്നപ്പോൾ കുറച്ച് ഗോൾഡിൻ്റെ ഓറ് കിട്ടിയായിരുന്നേ. അത് പറയാൻ മറന്നുപോയി. ഇവിടെയാണ് നമുക്ക് എന്താണോ സ്മെൽറ്റ് ചെയ്യേണ്ടതെന്ന് ചെയ്യാം. അത് വയ്ക്കുക. ഇപ്പം അത് സ്മെൽറ്റ് ആകാറുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫുള്ള് ലാബ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൈൻ ചെയ്യുന്ന സ്ട്രിപ്പ് സ്റ്റോൺ ഇല്ലേ, അതെടുത്തിട്ട് ഇതിന് താഴത്തോട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതെങ്ങനെ പുറത്ത് ഇപ്പോൾ തന്നെ ചെറിയ തുള്ളി ചാടാൻ തുടങ്ങി. അതുപോലെ ട്രിപ്പ് സ്റ്റോൺ വെച്ച് ശരിക്കും നല്ല തുള്ളി ചാടി ഇങ്ങോട്ട് വീഴും. യെസ്, അതാണ് നമ്മുടെ ഫാർമിങ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് വെക്കണം. ഇവിടെ വെക്കരുത്, കാരണം ഇവിടെ ലാവില്ല. ഈ 2 ബ്ലോക്കിലൊക്കെയാണ് ലാവ് കിട്ടുക. ഇതിങ്ങനെ അതുകൊണ്ട് ആവശ്യമില്ല. കാരണം ഒരു ട്രിപ്പ് സ്റ്റോൺ അല്ലേ. സോറി ഗൈസ്. പിന്നെ നമുക്ക് മൈൻ ചെയ്യാൻ നേരത്തെ പിന്നെ അവിടെ മൈൻ ചെയ്യാൻ നമ്മൾ പൂല് ഡയമണ്ട് മൈൻ ചെയ്യാൻ ആ ടൈമിനകത്ത് നമുക്ക് മൈൻ ചെയ്ത് കൊണ്ടുവരാം. അയ്യോ ഇവിടെ വെക്കണമായിരുന്നല്ലേ. ഇത് തൽക്കാലം എനിക്ക് ഇത്രയും യൂസ്ഫുൾ ഒന്നും വേണ്ടി വരത്തില്ല ഗൈസ്. ഇത്രയും യൂസ്ഫുൾ ഒന്നും വേണ്ടി വരില്ല. അത്യാവശ്യം കുറച്ച് ലാഭ വേണം. അതൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും ആവശ്യം വേണ്ട. സ്മെൽറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നൈസ്. പിന്നെ കുറച്ച് കോപ്പറും കൂടി നമുക്ക് ഇട്ടേക്കാം. ഇല്ല ഇതിനകത്ത് കോപ്പറോട്ട് ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക്
ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. കുറച്ചെങ്കിലും ലാവ ചാടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിച്ചേക്കാം. പിന്നെ അല്ല, മോനൂസ് ഉണ്ടാക്കുന്ന ഫാർമിങ് ഇതിന് വർക്ക് ആവാത്തതുണ്ടോ നോക്കി ഗൈസ്. നിൽക്കുന്നൊക്കെ ലാവ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇതുപോലെ തന്നെ എല്ലാത്തിലും വന്നോളും. പക്ഷേ ഫസ്റ്റ് ഇതിനകത്ത് മാത്രമേ വരാൻ കാരണം എനിക്കറിയത്തില്ല. ബാക്കിയുള്ളതിലും ചെറുതായിട്ടിന് വരേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ചെറുതായിട്ടായിരിക്കും ഗൈസ് വരുന്നത്, ഒറ്റയടിക്കായിരിക്കും വരുന്നത്. ഇപ്പം തന്നെ എല്ലാം വന്നോളൂ. അപ്പോൾ ഇത് വർക്കിംഗ് ആകുന്ന കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന വെച്ചാൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ ഡേറ്റ് മാറ്റാൻ മറന്നുപോയി, അതിപ്പോൾ മാറ്റാം. അപ്പോൾ 9ാമത്തെ ലെറ്റ്സ് പ്ലേ വരെ ടാറ്റ ബൈ ബൈ.